ഗൈസ് നിങ്ങളടുത്ത് 2 A4 ഷീറ്റ് എടുക്കാണ്ടാവോ? എങ്കിൽ പിന്നെ നമുക്കൊരു കിടിലൻ സാധനം ഉണ്ടാക്കിയാലോ? സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നോണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ന്യൂ ചാനലല്ല, പക്ഷേ ഞാൻ കുറച്ച് കണ്ടൻറ്റ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത്രയും നാൾ നമ്മൾ കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് അങ്ങനെയൊക്കെ അല്ലേ ഇട്ടത്. നമുക്കിനി ക്രാഫ്റ്റ്, അതേപോലെ ക്രോഷറ്റ്, യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇതിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് കേട്ടോ. ആഹാ എന്താ കട്ട. പിന്നെ എനിക്ക് ഈ ക്രോഷറ്റ്, ക്രാഫ്റ്റ് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ സജഷൻസും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നോണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എത്തിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. കാരണം ഇത് കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല റിസൾട്ട് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അറിയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നത്. ഓക്കെ, ഏതായാലും ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളിങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഈവനിങ് നിന്നതാണ് ഗൈസ്. അതിപ്പോൾ അടുത്തൊന്നും എടുത്ത വീഡിയോ അല്ല, സ്കൂളൊക്കെ ഉള്ള ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു ഈവനിങ് തുടങ്ങിയിട്ട് രാത്രി മീൻസ് ഒരു 6 മണി ബാങ്കൊക്കെ കൊടുത്തിട്ടാണ് എൻ്റെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് എന്താണ് ക്രാഫ്റ്റ് ചെയ്യാൻ, ഇത് ഈ ഒരു പണി ചെയ്യാൻ തന്നെ കുറേ ഇടങ്ങറാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയനായിട്ട് ഫുൾ തല്ലൊക്കെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഫോൺ ആംഗിൾ വെക്കാനൊക്കെ ഭയങ്കര ഇടങ്ങറായിരുന്നു. പെയിൻ്റ് അടിയും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് ഇടങ്ങറായി. അതാണ് ഇത്രയും ടൈം എടുത്തത് കേട്ടോ. അല്ല ഇത്ര ടൈമൊന്നും എടുക്കില്ല. കണ്ടില്ല അവിടെ ഒരു കുഞ്ഞിക്കൈ. ആ കുഞ്ഞിക്കൈൻ്റെ വലിപ്പം മാത്രമല്ല നല്ലതാ, നല്ല വികൃതിയായിട്ടോ. കുറേയൊക്കെ എൻ്റെ ബ്രദറിനെ പറ്റി ചോദിക്കലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അവനൊരു പാവാണോ ചോദിച്ചാൽ കുഴപ്പമില്ല. എന്തിനാ കുട്ടി പറയുന്നത്. സോ ഇതേപോലെയൊക്കെ വെക്കാം. പിന്നെ സെലോ ടാപ്പ് വെച്ചുകൊണ്ട് അല്ല, ഡബിൾ സൈഡ് ടാപ്പ് വെച്ചുകൊണ്ടാണ് തോന്നുന്നത്. അത്രക്കാണ് ഒതുങ്ങി നിന്നില്ല. ഏതായാലും തൂക്കാൻ പറ്റിയ ഏതോ ഒരു സ്ഥലത്തേയും കൊണ്ട് തൂക്കിയിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് അത്രക്കണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നോണ്ടാ.